മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണേട്ടൻ്റെയും ഏട്ടത്തിയുടെയും മുന്നിൽ ചെന്ന് തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ വിഷമിപ്പിച്ചതിൽ മഞ്ജുവിന് വളരെ ദുഃഖമുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ സാഗറിനോട് പറയുന്നുണ്ട്, സാഗരേട്ട, ഇനി നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മളെ ഒരു രീതിക്കും ജീവിക്കാൻ ഇവരാരും സമ്മതിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. എവിടെ ചെന്നാലും ആ മേഘനാണെങ്കിൽ അവിടെ മണത്തറിഞ്ഞ് വന്ന് എൻ്റെ ജോലി ഇല്ലാതാക്കാൻ ശ്രമിക്കലാണ് അവൻ്റെ പ്രധാന പരിപാടി. അതുകൊണ്ട് അവനെ പേടിച്ച് ഈ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല സാഗരേട്ട, നമുക്കിവിടെ നിന്നും പോയാലോ എന്നൊക്കെ പറയുന്നുണ്ട് സാഗറിനോട്. അപ്പോഴേക്കും സാഗർ പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും പറയില്ലേ മഞ്ജു, നമുക്ക് എല്ലാവരുടെയും മുന്നിൽ ജീവിച്ച് കാണിക്കണ്ടേ, നമ്മൾ ആരുടെയും മുന്നിൽ തലകുനിച്ച് ജീവിക്കരുത്, നമുക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എല്ലാവരെയും ജീവിച്ച് കാണിക്കണം എന്നെല്ലാം പറയുന്നുണ്ട് സാഗർ. അപ്പോഴേക്കും അങ്ങോട്ടേക്കൊരു കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ വാതിൽ തുറക്കുകയും അവിടെ മേഘം നിൽക്കുന്നത് കണ്ട് മഞ്ജു ഒന്ന് ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. ഇയാൾ എന്തിനാണ് ഈ സമയത്ത് ഇവിടെ വന്നതെന്ന് ഓർത്ത് മഞ്ജു ആണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. അതേസമയം മേഘനാണെങ്കിൽ മഞ്ജുവിനെ കണ്ടതേ ചോദിക്കുന്നുണ്ട്, എന്താണ് ഭാര്യയും ഭർത്താവും വല്ല ആത്മഹത്യക്ക് ശ്രമിക്കുകയാണോ? രണ്ടു പേർക്കും ജീവിതത്തിൽ ഇന്നൊരു ദിവസം തന്നെ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വളരെ നിരാശയിലായിരിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മേഘനാണെങ്കിൽ കളിയാക്കുന്ന സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട് മഞ്ജുവിനോട്. ആരെയും ഭയന്ന് ജീവിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട കാര്യവുമില്ല എന്ന് പറയുന്നുണ്ട് മഞ്ജു. ഇത് കേൾക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സാഗർ വരുന്നുണ്ട്. അപ്പോൾ സാഗറിനെ കണ്ടുകൊണ്ട് മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, നിന്നെയും നിൻ്റെ ഭാര്യയായി ഇവളെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. നിൻ്റെയും നിൻ്റെ ഭാര്യയുടെയും പിറകേക്ക് നടന്നുകൊണ്ട് നിങ്ങളെ ശല്യപ്പെടുത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് സാഗറിനോട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഞാൻ ആരാണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂടി എന്നെല്ലാം മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, നീ ആരാണെന്നൊന്നും എന്നോട് നീ പറയണ്ട, നീ ആരാണെന്ന് നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയാണ് നിൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്, അതുകൊണ്ട് നീ ആരാണെന്നും എന്നോട് അധികം പറയണ്ട എന്നെല്ലാം പറയുന്നുണ്ട് മഞ്ജു. ഇത് കേൾക്കുമ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ ദേഷ്യം കൂടുന്നുണ്ട്. നിന്നെയും ഇവിളെയും ഞാൻ പിച്ച ദണ്ഡിക്കുമെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, പിച്ച ദണ്ഡിയാലും ശരി, നിൻ്റെ വീട്ടുപടിക്കലോട്ട് ഞാൻ സാഗരേട്ടനും ഒരിക്കലും വരുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടടാന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്ന് മാട്ടി ഇറക്കി വിടുന്നുണ്ട് മേഘനാഥനെ. അപ്പോഴേക്കും സാഗറിൻ്റെ ഷർട്ടിന് കയറി പിടിക്കുന്നുണ്ട് മേഘനാഥൻ. എന്നിട്ട് നിന്നെ ഞാൻ കൊല്ലുമടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ മഞ്ജു ആണെങ്കിൽ മാറ്റി വിടുന്നുണ്ട് മേഘനാഥനെ. എന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ, നിനക്ക് നാണമില്ല ഇവിടെ നിന്ന് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് വളരെ ആക്ഷേപിക്കുന്നുണ്ട്. പിന്നീട് മഹിയെയും കണ്ണനെയുമാണ് കാണിക്കുന്നത്. മഹിക്കാണെങ്കിൽ സാഗറിനെ പിരിച്ചുവിട്ടതിൽ വളരെ സങ്കടമുണ്ട്. അങ്ങനെ സാഗറിനെ പിരിച്ചുവിട്ട കാര്യത്തിനെ കുറിച്ചെല്ലാം മഹി സംസാരിക്കുന്നുണ്ട് കണ്ണനോട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ എന്താണെങ്കിലും ഇപ്പം നമുക്ക് ഒരു അബദ്ധം പറ്റിയില്ലേ, ഇനി നമുക്ക് സാഗറിൻ്റെ നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം സാഗർ നല്ലവനാണെങ്കിൽ നമുക്ക് സാഗറിനെയും മഞ്ജുവിനെയും നമ്മുടെ കമ്പനിയിൽ നല്ലൊരു ജോലി കൊടുത്ത് നമ്മുടെ കൂടെ തന്നെ അവരെ നിർത്തണം. അവരെ ഇനി ഒരിക്കലും നമ്മളെ മനസ്സുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്, അവരെ ഒരിക്കലും ഒഴിവാക്കാനും ശ്രമിക്കരുത് എന്നെല്ലാം പറയുന്നുണ്ട് കണ്ണൻ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഒരേ ഒരു സഹോദരിയാണ് മഞ്ജു, അവളെ ഞാൻ പൊന്നു പോലെയാണ് വളർത്തിക്കൊണ്ട് വന്നത്. അവൾക്കൊരു വിഷമമുണ്ടാകുമ്പോൾ അത് സഹിക്കാൻ എനിക്കൊരിക്കലും പറ്റില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ നല്ല രീതിയിലോട്ട് എൻ്റെ കൂടെ തന്നെ നിർത്തണമെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഹിക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ മഹി പറയുന്നുണ്ട്, കണ്ണേട്ടനെ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം, നമുക്കൊരിക്കലും മഞ്ജുവിനെ മാറ്റി നിർത്തി ഇനി ഒരു കാര്യവും ചെയ്യേണ്ട കണ്ണേട്ട, എനിക്കതെല്ലാം ഓർക്കുമ്പോൾ വളരെ സങ്കടമാകുന്നുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ മാർക്കോനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കോട് പറയുന്നു, എത്രയും പെട്ടെന്ന് തന്നെ സാഗറിൻ്റെ നിരപരാധിത്വം തെളിയിക്കണം, എനിക്ക് സാഗർ നല്ലവനാണോ ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്, അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിൽ തെളിയിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. മഞ്ജുവിനെയും സാഗറിനെയും എൻ്റെ കൂടെ തന്നെ നിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം, അവൻ നിരപരാധിയാണെങ്കിൽ മാത്രം എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട്, സാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അറിയിക്കുക തന്നെ ചെയ്യും എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് മേഘനാണെങ്കിൽ പ്രതാപൻ്റെയും ഉണ്ണിയുടെയും അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ അവളുടെ വീട്ടിൽ പോയിരുന്നു, അവർ രണ്ടുപേരെയും ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാണ് പോയത്, പക്ഷേ അവൾ എന്നെ അവിടെ നാട്ടി ഇറക്കി വിട്ടു, എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചവളാണ് അവൾ, അവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, അവൾ എവിടെ ജീവിച്ചാലും അവളുടെ പിറകെ ചെന്ന് ഞാൻ അവളെ ഉപദ്രവിക്കുമെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണിയും പറയുന്നുണ്ട്, അവളെയും അവനെയും ആരെയും വെറുതെ വിടരുത്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചവരാണ് അവരെല്ലാവരും, അതുകൊണ്ട് അവരെ ആരെയും വെറുതെ വിടരുതെന്ന് പ്രതാപനും പറയുന്നുണ്ട്. എൻ്റെ കരുണമോളെ ഞാൻ എന്തെല്ലാം സ്വപ്നത്തോടു കൂടിയാണ് അവിടെ കല്യാണം കഴിച്ച് വിട്ടത്, പക്ഷേ അതിനെല്ലാം ഉത്തരവാദിയായിരിക്കുന്നത് ആ കണ്ണനും മഹിയും മാത്രമാണ്.
പക്ഷേ അവരെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടും എല്ലാ തിരിച്ചടികളും നമുക്ക് തന്നെയാണ് വരുന്നത്. അവളുടെ കൂടെ എപ്പോഴും ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പാക്കാം എന്നെല്ലാം പറയുന്നുണ്ട് പ്രതാപൻ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ വീണ്ടും മഞ്ജുവിനെയും സാഗറിനെയും മഹിയെയും കണ്ണനെയും ഉപദ്രവിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം രക്ഷയ്ക്കായിട്ട് നമ്മുടെ മാർക്കോ എല്ലാവരുടെയും മുന്നിലെത്തുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള പുതിയൊരു എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.